50 ലക്ഷം കാറുകൾ ടാറ്റയിൽ വിറ്റയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബേസ് റേഞ്ച് നമുക്ക് 325 കിലോമീറ്റർ റേഞ്ച് പറയുന്ന വെഹിക്കിള് നമുക്ക് കൊണ്ടോടെ ഇറങ്ങാൻ 15,90,000 ആണ്. ഓക്കെ. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത് നമുക്ക് ചാർജിങ് ഒക്കെ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യെസ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് വല്ല സിനിമയും കണ്ടിരിക്കാലോ. സൺറൂഫ് ഓപ്പൺ കരോ. ओके, सनरूफ खोल रहे हैं. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കാർ വിപണിയിൽ ശരിക്കും ഇലക്ട്രിക് വിപ്ലവം അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു തുടങ്ങിയത് ടാറ്റ എന്ന വാഹന നിർമ്മാതാക്കളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ടാറ്റയുടെ നെക്സോൺ .ev ആണ്. അതായത് പുതിയ നെക്സോൺ ആണ്. കാരണം പഴയ നെക്സോണിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി, പഴയത് 2 ചെയ്തിട്ടുണ്ടായി, മാക്സിൻ്റെ ചെയ്തിട്ടുണ്ടായി, അതിന് മുമ്പ് ഫസ്റ്റുള്ള ആ ഒരു നെക്സോൺ ചെയ്തിട്ടുണ്ടായി. ശരിക്കും ഇത് അടിപൊളി കുറച്ച് മാറ്റങ്ങൾ, കുറച്ചെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. സൈഡ് പ്രൊഫൈൽ ശരിക്കും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഒരു പുതിയ നെക്സോൺ .evയിലേക്ക് വന്ന സമയത്ത് ഇവർ ഇതിൻ്റെ വേരിയൻറ്റ് ബിൽഡപ്പ് ശരിക്കും ഒരു 2 രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് LR, അതായത് ലോങ് റേഞ്ച്, അതുപോലെ തന്നെ ഒന്ന് MR എന്ന് പറഞ്ഞാൽ മിഡ് റേഞ്ച്. ലോങ് റേഞ്ച് ഏകദേശം 465 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് പറയുന്നതെങ്കിൽ, ആ ഒരു മിഡ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് 325 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്. ഇത് ശരിക്കും ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഓപ്ഷൻ. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു പഴയ നെക്സോണിന് ശരിക്കും അടിമുടിയായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളില്ല. അലോയ് വീലിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു .ev എന്നുള്ളത് പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള DRL ശരിക്കും നല്ലൊരു ഭംഗിയായി, നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു DRLൻ്റെ ഒരു പോർഷനും ഇൻഡിക്കേറ്ററിൻ്റെ പോർഷനും മുകൾ വശത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. താഴെ ഇവിടെ നമുക്കൊരു ഹെഡ് ലാമ്പിൻ്റെ പോർഷൻ കാണാം. 2 ഡുവൽ സ്പ്ലിറ്റ് ആയിട്ടാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രില്ലിൻ്റെ ഒരു പോർഷൻ ശരിക്കും നല്ല ഒരു EV പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈനിങ് എലമെൻറ്റ് പോലെ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ അടച്ചു വെച്ച രൂപത്തിൽ അതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാം. സെൻസേഴ്സ് ഫ്രണ്ടിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ടിൽ പല വണ്ടികൾക്കും നമ്മൾ കാണാത്ത കാര്യമാണ്. ഫ്രണ്ടിൽ സെൻസേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിൽവർ പാറ്റേൺ ഈ ഒരു ലോവർ ഗ്രില്ലിൻ്റെ പോർഷൻസിലൊക്കെ വന്നത് നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ടോഹക്കിൻ്റെ ഡമ്മി കാണാം, നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ കാണാം. ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു. ലോഗോ ശരിക്കും ആ ഒരു ക്രോം ഇൻസേർട്ട് ആ ഒരു രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പല വണ്ടികളും ടാറ്റയിൽ ഇപ്പോൾ ടിയാഗോയിലൊക്കെ ശരിക്കും ആ ഒരു ഗ്ലോസി ഫിനിഷിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നോർമലായിട്ടുള്ള ആ രൂപത്തിലാണ്. ഹുഡ് ആ ഒരു ഫ്രണ്ട് ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഹുഡിലും വന്നിട്ടുണ്ട്. 2 വശങ്ങളിലും കുറച്ച് ബൾജായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഗ്രൂ പോലെ വന്നിട്ടുണ്ട്. പിന്നെ വൈപ്പേഴ്സ് കാര്യങ്ങൾ കാണാം, ഓട്ടോ വൈപ്പേഴ്സ് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെൻസേഴ്സിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ ഈ ഒരു വിൻഷീൽഡിൽ കാണാം. ഗ്ലോസി ബ്ലാക്ക്, ഇത് ഡുവൽ ട്യൂൺ ആയിട്ടുള്ള വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് റൂഫിൽ വന്നിട്ടുള്ളത്. സൺറൂഫ് കാണാം. പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് അല്ല, നോർമലായിട്ടുള്ള സൺറൂഫാണ്. ബട്ട് ഉള്ളിൽ നിന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല വിസിബിലിറ്റി തരുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് അതിനെ ക്രമീകരിച്ചുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ഒരു DRL നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനിങ് ഒക്കെ നല്ല രസമായിട്ട് ചെറിയ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ഇനി വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് വശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളില്ല. ശരിക്കും മുമ്പത്തെ നെക്സോണായിട്ട് ഈ 2 ഡോറൊക്കെ ആ ഒരു സെയിം രൂപത്തിൽ തന്നെയാണ്. ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് നമുക്ക് ആ ഒരു ഗാർണിഷ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളില്ല. ഇവിടെ ഹാൻഡിൽ നമുക്ക് ബോഡി കളറായിട്ടുള്ള ഹാൻഡിൽ കാണാം, റിക്വിഡ് സെൻസർ കാണാം, അതുപോലെ തന്നെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ .ev എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ലോവർ മോൾഡിങ് കാര്യങ്ങൾ കാണാം. റോക്കർ പാനലിൻ്റെ ആ ഒരു ഏരിയ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്, മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ടയർ സൈസ് വന്നിട്ടുള്ളത് നമുക്ക് MRFൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 215/60 R16 ടയർ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഓർഫൻഡേഴ്സ് കാര്യങ്ങൾ കാണാം. ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എ പോസ്റ്റിൻ്റെ ഈ ഒരു ഏരിയ ശരിക്കും ഒരു സ്റ്റിക്കർ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്, ബോഡി കളറല്ല, സ്റ്റിക്കറാണ്. പിന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ കാണാം, അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി വ്യൂ ക്യാമറ യൂണിറ്റ് കാര്യങ്ങൾ കാണാം. ഇവിടെ നമുക്ക് മുമ്പൊക്കെ ആ ഒരു EVയിൽ ശരിക്കും ഒരു ബ്ലൂ ഇൻസേർട്ടാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് ടോട്ടലായിട്ട് ഒരു ബ്ലാക്ക് ഇൻസേർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 50 lakh കാസ് സെലിബ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 1998 മുതൽ 2023 വരെ കേട്ടോ 50 ലക്ഷം കാറുകൾ ടാറ്റയിൽ വിറ്റയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൂഫ് റെയിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്ട്രോങ് ആണ്, വെറുതെ കാഴ്ചയ്ക്ക് വെച്ച പോലെയല്ല, അത്യാവശ്യം സ്ട്രോങ് ആണ്. ഒരു ഷാർക്ക് വിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വശങ്ങളിലും ഫ്രണ്ടിലും ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. റിയറിലും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ, പല വണ്ടികളിലും ഇല്ലാത്ത കാര്യമാണ്.
റിയറിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറകിലെ കാഴ്ചകൾ കാണാം. ഇനി പുറകു വശത്തേക്ക് വരുന്ന സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു ടൈലാമ്പിൻ്റെ ഡിസൈൻ തന്നെയാണ് മെയിനായിട്ട് പറയേണ്ടത്. ഒരു എക്സ് ഫാക്ടർ ടൈലാമ്പാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ടൈലാമ്പാണ്. കണ്ടോ, അപ്പോൾ ആ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി മൊത്തമായിട്ട് ഇങ്ങനെ കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയായില്ലേ, അത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അത് ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലോഗോ ശരിക്കും ഒന്ന് ചെറുതാക്കി അതിങ്ങനെ പ്രൊജക്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് ആ ഒരു ലോഗോനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കാര്യങ്ങൾ കാണാം. ഇവിടെ Nexon.ev എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ .ev എന്നുള്ളത് മാത്രം ആ ഒരു ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നെക്സോൺ ഡാറ്റയാണ് നമുക്ക് ഈ വണ്ടി വീഡിയോ ചെയ്യാൻ തന്നിട്ടുള്ളത്. അവിടെ അവർ ആ ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം, സ്പോയിലർ കാണാം. ആ ഒരു വൈപ്പർ ശരിക്കും നമുക്ക് കുറച്ച് മറച്ച് വെച്ചിട്ടുള്ള രൂപത്തിൽ, പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള രൂപത്തിലാണ് ആ ഒരു വൈപ്പറിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഷാർക്കിൻ്റെ ആൻറ്റിനെ ശരിക്കും ഞാൻ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കാണിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ബമ്പറിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ബ്ലാക്ക് ഇൻസേർട്ടുകളാണ് ബമ്പറിൽ വന്നിട്ടുള്ളത് എന്ന് ഹൈലൈറ്റ് ആയിട്ട് പറയണം. ഇതൊക്കെ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള എലമെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് റിഫ്ലക്ടർ ലാമ്പുകൾ കാണാം. ഒരു വശത്ത് മാത്രമാണ് നമുക്ക് ആ ഒരു റിവേഴ്സ് ലാമ്പ് വന്നിട്ടുള്ളൂ. 2 സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ LIC പ്ലേറ്റിൻ്റെ 2 ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. കോർണർ പോർഷനിലുള്ള മാത്രമാണ് നമുക്ക് ആ ഒരു ബോഡി കളറിൽ വന്നിട്ടുള്ളൂ. കണ്ടോ, ഈ ഒരു ഭാഗം മാത്രമാണ് ബോഡി കളറിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് മൊത്തമായിട്ട് ആ ഒരു ബ്ലാക്ക് എലമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് രൂപത്തിലുള്ള ഒരു എലമെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 2 സെൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഒരു ലോഗോനെ ക്രമീകരിച്ചിട്ട് ശരിക്കും ഒന്ന് ചെറുതായില്ല, മുമ്പുള്ള നെക്സോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ടുണ്ട്. ലുക്കിംഗ് നൈസ്, അടിപൊളിയാണ്. ഈ ഒരു ടൈലാമ്പ് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം. ഇനി ഇവിടെ നമുക്ക് ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ലിഡ് വരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ചാർജിങ്ങിൻ്റെ പോയിന്റ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു ചാർജിങ് പോയിന്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് Nexon.ev കീ വരുന്നത്. മുമ്പുള്ള Nexon.ev ആ ഒരു സെയിം ആയിട്ടുള്ള കീ തന്നെയാണ്, വലിയൊരു വ്യത്യാസങ്ങളില്ല. ടാറ്റയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ അൺലോക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ലീഡ് മീ ടു വെഹിക്കിൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതായത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലാമ്പും ടൈലാമ്പൊക്കെ ഓൺ ആവുന്ന ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ടൈലാമ്പിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ് ലാമ്പിലും 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗുഡ് ബൈ ഫംഗ്ഷനും ഒന്ന് വെൽക്കമിങ് ഫംഗ്ഷനും. ഞാൻ ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ വണ്ടി ഓൾറെഡി ലോക്കാണ്. സൈഡ് വ്യൂ മിറേഴ്സ് നിങ്ങൾക്ക് കണ്ടാലും അറിയാം, വണ്ടി ഇപ്പോൾ ലോക്കാണ്. ഇനി അൺലോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ കേട്ടോ, ഇതിൻ്റെ ടൈലാമ്പ് അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ് ലാമ്പിൽ ആ DRലും അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള അതെല്ലാം കത്തും. അൺലോക്ക് ചെയ്യാണ്. യെസ്, കണ്ടോ ആ ഒരു DRൽ തെളിഞ്ഞ് വന്ന കണ്ടോ, മൊത്തമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രൂപത്തിൽ വന്നു. ഇനി ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം. കണ്ടോ അത് കണ്ടു, അത് കണ്ട് കണക്റ്റ് ആയിട്ട് കണ്ടോ. യെസ്, കണ്ടോ അവിടെ ചെന്നാൽ നിന്നു. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അത് സെയിം ആയിട്ടുള്ള ഫ്രണ്ടിലുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സ് ഓട്ടോ ഈ ഒരു ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ആവുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുമ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഷിനു കൂടുന്നുണ്ട്. അവനോട് ഇതിൻ്റെ കുറച്ച് കൂടുതലായിട്ടുള്ള വിശേഷങ്ങളും നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് Nexon.ev ഉള്ളിലാണ്. കൂടെ ഷിനു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഷിനു, വെൽക്കം. അപ്പോൾ ഷിനു നെക്സോൺ ടാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷിനു, എന്തൊക്കെയാണ് Nexon.ev കുറിച്ച് പറയാനുള്ളത്? Nexon.ev എന്ന് പറഞ്ഞാൽ നമ്മള് മുമ്പുണ്ടായിരുന്ന നെക്സോൺ നമുക്കറിയാം, പ്രൈം മാക്സ് എന്നുള്ള 2 വേരിയൻസിൽ 2 മോഡൽ സെപ്പറേറ്റ് വണ്ടികളായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് Nexon.ev എന്നുള്ളതിൽ തന്നെ 2 റേഞ്ച് ആയിട്ട് ഒറ്റ വെഹിക്കിൾ ആയിട്ട് 2 റേഞ്ചിലാണ് വരുന്നത്. പുതിയതായിട്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ഇന്റീരിയർ ഫീച്ചേഴ്സിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫിജിറ്റൽ ആയിട്ടുള്ള കൺട്രോൾ പാനലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മള് സ്റ്റീരിയോ മാറിയിട്ടുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ക്ലസ്റ്റർ മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്റീരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പ്രൈമിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗിയർ നോബ് നമുക്ക് റൗണ്ട് ഡയലായിരുന്നു വന്നിരുന്നത്. അത് നമുക്ക് ഗിയർ ലിവർ ആയിട്ട് മാറി. ഇത് ഏകദേശം ഇപ്പോ ഒരു റേഞ്ചർ ഓവർ സ്പോർട്ടിന്റെ ഒക്കെ ആ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ശരി, അതെ. മുമ്പുണ്ടായിരുന്നത് നോബ് റോട്ടറി നോബായിരുന്നു. ഓക്കെ, അതിനുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിക്കും മൊത്തമായിട്ട് മാറി. ഏകദേശം ഇന്റീരിയർ ശരിക്കും മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഷിനു പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയറിൽ ശരിക്കും മൊത്തമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം ശരിക്കും ഇങ്ങനെ ഒരു ഹെഡപ്പ് പൊന്തി നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തെ ക്രമീകരിച്ചുള്ളത്. കണ്ടോ, JBLും അതുപോലെ തന്നെ ഹർമനും കൊളാബറേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫോടൈം സിസ്റ്റം ശരിക്കും ഹർമനും, സ്പീക്കേഴ്സ് വരുന്നത് JBLും ആണ്. അതിന്റെ ക്വാളിറ്റി ഉറപ്പായിട്ട് ഇതിലുണ്ടാവും. പക്ഷെ
കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല. പിന്നെ സീറ്റ് വെന്റിലേറ്റർ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. സൺറൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ സൺറൂഫാണ്, നമുക്കൊന്ന് തുറന്നു നോക്കാം. യെസ്, കണ്ടോ, വൺ ടച്ചിൽ ആ ഒരു കവറും കൂടെ തുറന്നു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ SOS അവർ ആ ഒരു എന്താ പറയാ, ഇത് റോഡ് അസിസ്റ്റ് അല്ലേ? അതെ, യെസ്, റോഡ് അസിസ്റ്റിന്റെ ആ ഒരു കോളിന്റെ ബട്ടന് കാര്യങ്ങൾ കാണാം, എയർ ബാഗിന്റെ ആ ഒരു വാർണിംഗ്സ് കാര്യങ്ങൾ കാണാം. ഈ ഒരു സൺവൈസറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വാനിറ്റി മിറർ ഉണ്ട്, ലൈറ്റോ കാര്യങ്ങളല്ല. ഈ വശത്തോ ഇവിടെ നമുക്ക് ആ ഒരു ടിക്കറ്റ് ഹോൾഡർ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കാൻ ഒരു ഹോൾഡർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഹാൻഡിൽ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. എയർ ബാഗിന്റെ വാർണിംഗ്സ് ഒക്കെ ഈ ഒരു പില്ലറിന്റെ ഈ ഒരു പാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കേഴ്സിന്റെ പോർഷൻ കാണാം. അത്യാവശ്യം ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ആ ഒരു വയർലെസ് ചാർജറിന്റെ ആ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാംബ്രസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ 3 മോഡ്സ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. സിറ്റി, അതുപോലെ തന്നെ ഇക്കോ, പിന്നെ സ്പോർട്ട്. 3 മോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു ഗിയർ ലിവർ കാണാം. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഇതൊക്കെ ശരിക്കും ആ ഒരു ലാൻഡ് റോവർ ടച്ച് ശരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിൽ പറഞ്ഞ ആ ഒരു ഡിജിറ്റൽ രൂപത്തിലാണ് ഈ ഒരു ഏരിയയിലുള്ള കൺട്രോൾസ്. ഡിജിറ്റൽ എന്നാണ് ഇതിനെ പറയാട്ടോ. ഡിജിറ്റൽ അല്ലാതെ ഫിജിറ്റൽ. യെസ്, ഫിജിറ്റൽ രൂപത്തിലാണ്. അപ്പൊ ടാറ്റ പറഞ്ഞ പോലെ ആ ഒരു രൂപത്തിലാണ് ഡിജിറ്റൽ കൺട്രോൾ പാനൽ എന്നാണ് നമ്മള് ടാറ്റ ഇതിനെ വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു എഞ്ചിനല്ല, ആ ഒരു മോട്ടോർ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി കണ്ടുവരുന്ന പോലെ തന്നെ 4 AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എയർ പ്യൂരിഫയർ ഒരു മോഡും ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഒരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ JBL ന്റെ 9 മോഡ്സിൽ നമുക്ക് സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പിന്നെ arcade.ev എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ആപ്ലിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോണിലുള്ള പല ആപ്സും നമ്മൾ ഇതിൽ ഡയറക്റ്റ് ഇപ്പൊ ആമസോൺ പ്രൈം പോലുള്ള ആപ്സ് ഒക്കെ നമുക്ക് ഇതിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. വീഡിയോ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ പാർക്കിംഗ് ടൈമിലാണെങ്കിൽ ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്, വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ട് പറയാം. ശരിക്കും പല മാനുഫാക്ചേഴ്സും ശരിക്കും വീഡിയോസ് ഒക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് റണ്ണിങ്ങിൽ കാണാൻ പറ്റില്ല. നിർത്തിയിടുന്ന സമയത്ത് ചാർജിങ് ഒക്കെ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യെസ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് വല്ല സിനിമയും കണ്ടിരിക്കാലോ അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു USB ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കീ ഞാൻ കാണിച്ചു തന്നല്ലോ, ഇതാണ് കീ, നോർമൽ ആയിട്ടുള്ള കീ ആണ്. നമുക്കിവിടെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിലാണ് നമുക്ക് ആ ഒരു വൈപ്പേഴ്സിന്റെ അതുപോലെ തന്നെ പല സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ശരിക്കും ആ JLRന്റെ ടച്ച് ശരിക്കും നല്ലോണം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രൈസ് റേഞ്ചിലേക്ക് വരാം. അല്ല, ഇതിൽ വേറെ കാര്യം നമുക്ക് പറയാനുള്ളത്, നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു വേരിയന്റ് ആയതുകൊണ്ട് ഇപ്പൊ ഡ്രൈവർ മാത്രം ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പാസഞ്ചേഴ്സ് എയർ ബാഗ് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കീഴിലാണ്, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൺ ആണോ ഓഫ് ആണോ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ സീറ്റിന്റെ വെന്റിലേഷൻ്റെ വരുന്നത് ഈ ഭാഗത്താണ് വെന്റിലേഷൻ്റെ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സുഖമുണ്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, സീറ്റൊക്കെ നല്ല എന്താ പറയാ തണുത്തു പോയി. ഇതിൽ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത് നമുക്ക് 360 വ്യൂ ക്യാമറ അവൈലബിൾ ആണ്. അത് 3D മോഡിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ആണ്. അത് ഇത് കാണുന്ന സമയത്ത് മെയിൻ ആയിട്ട് പറയണം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു 3D മോഡൽ കാണാം. പിന്നെ അതേപോലെ നമുക്ക് റണ്ണിങ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് വ്യൂ ഇതിൽ അവൈലബിൾ ആണ്. മീൻസ് റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന ടൈമില് റൈറ്റിലെ വ്യൂ നമുക്ക് ഇതിൽ കാണാം. ഒരു സൗണ്ട് വന്നല്ലോ അല്ലേ. ലെഫ്റ്റിലേക്ക് ഇടുന്ന ടൈമില് ലെഫ്റ്റ് വ്യൂ നമുക്ക് ഇതിൽ കാണാം. ബ്ലൈൻഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതെ, ഓക്കെ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി. ആ ഒരു 360 ഓൺ ആക്കുന്ന സമയത്ത് ശരിക്കും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കണ്ടോ ലെഫ്റ്റ് റൈറ്റ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ. ഈ 3D ശരിക്കും നല്ല എഫക്റ്റ് ആയി അല്ലേ. 3D ഭയങ്കര കണ്ടോ, നല്ല ടച്ചും നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടച്ച് ആട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ടച്ചാണ്, സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം. അത്യാവശ്യം നല്ല HD ക്വാളിറ്റിയാണ്. അതെ അതെ, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം. പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ നാവിഗേഷൻ നമുക്ക് നേരെ ക്ലസ്റ്ററിലേക്ക് നമുക്ക് മിറർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ കാണിക്കാൻ പറ്റൂല. ഇതിൽ നമ്മൾ മാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാപ്പിന്റെ നേരെ വ്യൂ നമുക്ക് ഇതിലേക്ക് മിറർ ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ണ് തെറ്റാതെ നമുക്ക് നേരെ തന്നെ നോക്കി അതെ അതെ ഓടിക്കാൻ പറ്റും അല്ലേ. യെസ്, അതൊരു സേഫ്റ്റി ഫീച്ചർ ആണ് കേട്ടോ. വോയിസ് അസിസ്റ്റഡ് ആണ് നമുക്ക് സൺറൂഫ് ഒക്കെ. ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫ് നോക്കാം. അതായത് ഹിന്ദി സപ്പോർട്ട് ചെയ്യും, റീജിയണൽ ലാംഗ്വേജസും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ ഓക്കെ. Say a command.
സൺറൂഫ് ഓപ്പൺ കരോ. ओके सनरूफ Yeah. खोल रहे हैं. ഓക്കെ, നമ്മുടെ ഭാഷയിലും കൂടെ വന്നു തുടങ്ങി അല്ലേ? അതെ. യാ. സൺറൂഫ് ബന്ദ് കരോ. जरूर सनरूफ बंद कर रहे हैं. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഭാഷയിലും കൂടെ വന്നു തുടങ്ങിയെന്ന് മിനിമം അല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ ശരിക്കും നമ്മൾ, എനിക്ക് തോന്നുന്നു MG ഒക്കെയാണ് ശരിക്കും ഇതിലൊക്കെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ കൂടുതലായിട്ട് ടാറ്റ കൂടുതൽ എന്താ പറയാ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷിനു, ഇനി അടുത്തതിന്റെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് ഇതിൽ 2 റേഞ്ചിൽ അവൈലബിൾ ആണ് വെഹിക്കിൾ. അത് മിഡ് റേഞ്ച് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എന്നുള്ള പേഴ്സോണയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 പേഴ്സോണോസിൽ നമുക്ക് വെഹിക്കിൾ അവൈലബിൾ ആണ്. ക്രിയേറ്റീവ്, ഫിയർലെസ്, എംപവേർഡ് എന്നുള്ള 3 റേഞ്ച് ആണ് വരുന്നത്. അപ്പൊ ക്രിയേറ്റീവ് നമുക്ക് മിഡ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 14,49,000 എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ റോഡ് വരുമ്പോഴേക്കും 15,90,000 വരും. ഏറ്റവും ഇതിന്റെ ചുരുക്കി പറഞ്ഞ ബേസ് വേരിയന്റ്, ഏറ്റവും ബേസ് റേഞ്ച് നമുക്ക് 325 കിലോമീറ്റർ റേഞ്ച് പറയുന്ന വെഹിക്കിള് നമുക്ക് ഓൺ റോഡ് ഇറങ്ങാൻ 15,90,000 ആണ്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത് നമുക്ക് ലോങ് റേഞ്ചിൽ എംപവേർഡ് പ്ലസ് എന്ന് പറയുന്നത് 21,80,000 രൂപ ഓൺ റോഡ് വരും. അത് എക്സ്ഷോറൂം റേറ്റ് 19,29,000 എക്സ്ഷോറൂം. അത് ഈ നമ്മളിപ്പോ ഇരിക്കുന്ന വണ്ടി അല്ലേ? ഈ ഇരിക്കുന്ന വണ്ടി ഇതാണ് അതിന്റെ ശരിക്കും ഏറ്റവും ഫുൾ ഏറ്റവും ടോപ്പ്. അതിന്റെ റേറ്റ് വരുന്നത് 21,80,000. നമുക്ക് ഇതിൽ ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് വേരിയന്റ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് ഡാർക്ക് എഡിഷൻ വന്നിട്ടുള്ളത്. അത് വരുമ്പോ നമുക്ക് ഓൺ റോഡ് വരുന്നത് 21,31,000 ആണ് ഓൺ റോഡ്. അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടെ കംപ്ലീറ്റ് ഇന്റീരിയറും എല്ലാം ഡാർക്ക് ആയിരിക്കും, മൊത്തം എല്ലാം ഡാർക്ക് ആയിരിക്കും. ഇന്റീരിയറിന്റെ ആ ഒരു കാര്യം പറഞ്ഞപ്പോ ശരിക്കും ഇതിന്റെ കളർ തീം വരുന്നത് 2 കളർ അല്ലേ? ഈ ഒരു സിൽവറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൂടുതലായിട്ടുള്ളത് അല്ലേ? അപ്പോ പ്രൈസിംഗും ആ രൂപത്തിലാണ്. ഇനി ബുക്കിംഗിന്റെ കാര്യത്തിൽ ഇതിന് ഡിലേ എന്തായാലും ഇത് നമുക്ക് കുറച്ച് വെഹിക്കിൾസ് ഒക്കെ നമുക്ക് റെഡി അവൈലബിൾ ആണ്. നമുക്ക് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെഹിക്കിൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും നമ്പർ ഇവന്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യാം. ലെക്സോൺ ടാറ്റ നമുക്കറിയാം നിപ്പോൺ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ട്രിവാൻഡ്രം മുതൽ ഇപ്പം മലപ്പുറം വരെ ഏകദേശം എല്ലായിടത്തുമായി. അതിൽ നമുക്ക് ഒഴിവുള്ളത് ആലപ്പുഴയിലും തൃശ്ശൂരും മാത്രമാണ് നമുക്ക് ഇപ്പൊ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്തത്. ബാക്കി എല്ലായിടത്തും നമുക്ക് ഔട്ട്ലെറ്റുകളും സർവീസ് സെന്റേഴ്സും എല്ലാം ഉണ്ട്. ഇവിടെ വന്ന സമയത്തും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഷിനു, എന്നാൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ അല്ലെ? അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.